അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തൃക്കോവിൽവട്ടം 6-ാം വാർഡിൽ ചേരിക്കോണം പ്രദേശത്തെ 14ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. വാഹന സൗകര്യമുള്ള ഒരു വഴിക്കായി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും MLAയെയും MPയെയും ഉൾപ്പെടെ സമീപിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തൃക്കോവിൽവട്ടം 6-ാം വാർഡിൽ ചേരിക്കോണം ഭാഗത്തെ 14ഓളം കുടുംബങ്ങളാണ് ദുരിത ജീവിതം നയിക്കുന്നത്. വയൽ പ്രദേശമായതിനാൽ ഇവിടെ കിണർ കുഴിച്ചാൽ ശുദ്ധജലം ലഭ്യമല്ല. ഇതുമൂലം പൈപ്പ് ലൈനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. വല്ലപ്പോഴും ലഭിക്കുന്ന ഈ കുടിവെള്ളത്തിന് തന്നെ മാസം വലിയൊരു തുക ബിൽ വരുന്നുണ്ട്. സർക്കാർ 3 സെന്റ് വീതം അനുവദിച്ച സ്ഥലത്താണ് ഇവർ വീട് നിർമ്മിച്ച് കഴിയുന്നത്. ഏറ്റവും പ്രധാന പ്രശ്നം ഇവിടേക്ക് എത്തിച്ചേരാൻ വാഹന സൗകര്യമുള്ള വഴിയില്ല എന്നതാണ്. ആർക്കെങ്കിലും അസുഖം വന്നാൽ മറ്റുള്ളവരുടെ പുരയിടത്തിലൂടെ എടുത്തുകൊണ്ടുവേണം പോകുവാൻ. വാഹന സൗകര്യമുള്ള ഒരു വഴിക്കായി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെയും MLAയും MPയെയും ഉൾപ്പെടെ സമീപിച്ചിട്ടും ഫലം ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. വഴിയുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് വഴി തടസ്സമാണ്. എന്ന് വെച്ചാൽ 3 ചുവട് വഴിയേ ഉള്ളു. പിന്നെ നമ്മൾ പാർട്ടിക്കാർ എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും നമ്മൾ പറഞ്ഞു നമുക്കൊരു ആട്ട് ഇറങ്ങി വരാനായിട്ട്. അമ്മമാരും അച്ഛന്മാരൊക്കെ വയ്യാതായി കഴിഞ്ഞാൽ നമുക്ക് തോളിലാണ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഗതികേടാണ്. പിന്നെ വഴിയുടെ ഇതിൽ നമുക്ക് ഇല്ല. പിന്നെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളമില്ല. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പൈപ്പ് ലൈൻ വീണുകൊണ്ട് ആ ഒരു കുടിവെള്ളമല്ലാതെ മറ്റൊന്നും ഇല്ല നമുക്ക്. അതും ആദ്യം ഫ്രീ എന്ന് പറഞ്ഞ കണക്ഷനെല്ലാം ഇപ്പോൾ എല്ലാവരും സാധാരണക്കാർ കാശ് കൊടുത്ത് മേടിക്കുകയാണ്. മാസം തോറും ഇപ്പോൾ പൈസ കൊടുക്കുകയാണ്. മഴക്കാലമായാൽ ഇവരുടെ ജീവിത ദുരിതം ഇരട്ടിക്കും. വയൽ പ്രദേശം കൂടിയായതിനാൽ പല ഭാഗത്തു നിന്നും എത്തുന്ന മഴവെള്ളം ഇവിടേക്കാണ് ഒഴുകിയെത്തുന്നതെന്നും മാസങ്ങളോളം പ്രദേശം വെള്ളക്കെട്ടിലാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. വഴി സൗകര്യം ഉൾപ്പെടെ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.